ഹലോ ഗൈസ്, എല്ലാവർക്കും മയൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഉമർ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ വീഡിയോയിൽ 30 സെക്കൻഡ് കേട്ടു നോക്കുക. കാരണം ഇതിൻ്റെ സംസാരം മാത്രമുള്ളതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് അടിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോകാമല്ലോ. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലി എൽസിയുടെ ഭാഗമാണ് ഭാഗമില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം പറയാനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് പറയാം. അപ്പോൾ എൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ കൂലി എൽസിൻ്റെ ഭാഗമല്ല. കാരണം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇൻസ്റ്റയിൽ പല സ്ഥലത്തും ആൾക്കാർ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതായത് നമ്മുടെ കണ്ടെയ്നർ കാണാതെ പോയതും അങ്ങനെ കുറച്ച് നമ്മുടെ എൽ സി യുവിൽ വന്നേക്കുന്ന സിനിമകളുടെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് ഇതിലത്തെ ഒരു റെഫറൻസ് പോലെ വെച്ചിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടെയ്നറിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞ പോലെ തന്നെ വിക്രത്തിലാണ് മറ്റേ നമ്മുടെ ലിയോനാണ് അതിൽ പറയണ പോലെ. അപ്പം അങ്ങനെ കുറച്ച് റെഫറൻസ് ആയിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ ആദ്യം അതൊക്കെ കണ്ടപ്പോൾ ഞാനും സംശയിച്ചായിരുന്നു. ചിലപ്പോൾ ലോകേഷ് പറയാതെ എന്നിട്ട് ഇത് എൽ സിയുടെ ഭാഗമാക്കി സർപ്രൈസ് പോലെയൊക്കെ ഇരിക്കും എന്നുള്ള ആൾക്കാരെ എത്തിക്കാൻ എന്നൊക്കെ ഞാൻ ചിന്തിച്ചാറ്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് എൽ സിയിലെല്ലാം സ്ട്രൈക്ക് ആവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകേഷ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ലോകേഷ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് നമ്മുടെ എൽ സിയുടെ ഭാഗം ഇല്ലാന്ന്. അതല്ലാതെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഫഹദിനല്ല ആദ്യം നമ്മുടെ സൗബിൻ അഭിനയിക്കുന്ന ക്യാരക്ടർ ആദ്യം വേറൊരു ആക്ടറിന് വേണ്ടിയാണ് എഴുതിയ. അത് കഴിഞ്ഞപ്പോൾ ഫഹദിനെ കൊണ്ടുവരാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഫഹദിന് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് സൗബിനെ കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം വിക്രത്തിൽ നമ്മുടെ ഫഹദ് ഉണ്ട്. അപ്പോൾ ഫഹദിന് ഈ ക്യാരക്ടർ കൊണ്ടുവന്നെങ്കിൽ അമറായിട്ട് അല്ലെങ്കിൽ അമറിൻ്റെ മറ്റേ ബാക്ക്ഗ്രൗണ്ടല്ല അമറിൻ്റെ ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ അമറിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടാണ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം എൽസിയുടെ ഭാഗമാണെങ്കിൽ അങ്ങനെയുള്ള കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നിട്ട് അമറിനെ തന്നെ കൊണ്ടുവരികയും വേണം, അല്ലെങ്കിൽ ഫഹദിൻ്റെ ക്യാരക്ടറാണ് ആ ഇതിലുള്ള ആളെ കൊണ്ടുവരികയും വേണം, ഫഹദിനെ തന്നെ കൊണ്ടുവരികയും വേണം. കാരണം ഫഹദ് എൽസിയിലായിട്ടാണ് കൊണ്ടുവരുന്നെങ്കിൽ. പക്ഷേ ആ സ്ഥാനത്ത് ഫഹദിന് വേണ്ടി ഇല്ല ഇതിൽ വേറൊരാൾ പുതിയ ക്യാരക്ടറാണ്. ഫഹദിനെ കൊണ്ടുവരണമെങ്കിൽ അമരൻ അല്ലെങ്കിൽ അമർ അല്ലെങ്കിൽ ആ റിലേറ്റഡ് ക്യാരക്ടർ ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഫഹദ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ സൗബിനെ കൊണ്ടുവന്നാലും വ്യത്യാസമുള്ള മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചത്. അതായത് ഫഹദിനെ എൽ സിയുടെ ഭാഗമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ മനസ്സിലായി. അതായത് ഫഹദാണെങ്കിൽ എൽ സിയുടെ ഭാഗം നമുക്ക് സംശയിക്കാറുണ്ട്. പക്ഷേ ഫഹദിനെ കൊണ്ടുവന്നില്ല. ഫഹദിൻ്റെ സ്ഥാനത്ത് വേറെ ആളെ കൊണ്ടുവരുമ്പോൾ എൽ സി കണക്ഷൻ ഒരിക്കലും ഫഹദിൻ്റെ ഇതായിട്ട് വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് സ്റ്റാൻഡ് അലോൺ മൂവി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഫഹദിനൊന്നും ഇതിൽ കൊണ്ടുവരാൻ പറ്റില്ല. കൊണ്ടുവരുന്ന എൽ സിയുടെ ഭാഗമായിട്ടല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സ്റ്റാൻഡ് അലോണിൽ ഫഹദിനെ കൊണ്ടുവന്നതിനാൽ കുഴപ്പമില്ല. പക്ഷേ എൽ സിയോട് ഇതായിട്ട് കണക്ട് ചെയ്യാനാണെങ്കിൽ ഫഹദിനെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ തന്നെ കൊണ്ടുവരും. ഇപ്പോൾ വേറെ ആളെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. എനിക്ക് എൻ്റെ ഒരു ഇതിൽ പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ലോകേഷ് എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞാൽ പുള്ളിയുടെ വാക്ക് തെറ്റാൻ സാധ്യതയില്ല. കാരണം പുള്ളി ഇപ്പോൾ പറഞ്ഞിട്ട് ഇത് എൽ സിയുടെ ഭാഗമായി കഴിഞ്ഞാൽ പുള്ളി ഇനി വന്ന പടങ്ങളിലൊക്കെ എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ അത് വിശ്വസിക്കില്ല. കാരണം ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വരാത്തതുകൊണ്ട് എൽ സിയുടെ ഭാഗം ആയി കഴിഞ്ഞാൽ ഇനി അടുത്ത തവണ വരുമ്പോൾ ആൾക്കാർ അത് വിശ്വസിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് പുള്ളി അങ്ങനെ ഒരിക്കലും ഒരു ഇതിനു വേണ്ടി കള്ളമല്ല മറ്റേ ഒരു സസ്പെൻസിനാണെങ്കിൽ പോലും അങ്ങനെ പറയൂല എന്ന് ഞാൻ വിശ്വസിക്കണം. അതാണ് എൻ്റെ ഒരു ഇത് എനിക്ക് തോന്നിയത്. ഈ ഫഹദിൻ്റെ ഇത് കാരണം തന്നെ എനിക്ക് മെയിനായിട്ട് അങ്ങനെ തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് പറയാം. താങ്ക് യു.